ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു 38 ചെസ്റ്റ് റൗണ്ടുള്ള ഒരു ബ്ലൗസ് കട്ടിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഓരോ ബ്ലൗസിലും നമുക്ക് ഓരോ മെഷർമെൻറ്റ്സ് എന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് നമുക്ക് ഷോൾഡർ ടു താഴത്തെ അറ്റം വരെയാണ് നമ്മളിതിൻ്റെ ഫുൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. അത് നമുക്ക് 14 ഇതിന് നമുക്ക് വീതി വന്നിട്ട് ഈ ഒരു ചെസ്റ്റ് മുതൽ അടുത്ത ചെസ്റ്റ് വരെയാണ് നമുക്കിതിൻ്റെ വീതി, അതായത് ഫുൾ ബോഡി റൗണ്ട് നമുക്കിവിടെ എടുക്കുന്നത് 38. ഇനി നമുക്കിതിൻ്റെ വേസ്റ്റ് റൗണ്ട് വന്നിട്ട് ഫുൾ റൗണ്ടാണ് കേട്ടോ നമ്മളിവിടെ പറയുന്നത്. ഇതിൻ്റെ 4 ഭാഗം നമ്മൾ മാർക്ക് ചെയ്യും. വേസ്റ്റ് റൗണ്ട് നമുക്കിവിടെ 34. ഇനി നമുക്ക് ഷോൾഡർ ടു ഷോൾഡർ 11. അതിൻ്റെ നേരെ പകുതി നമ്മളിവിടെ 5.5 ഹാഫ് ഷോൾഡറായിട്ട് എടുക്കുന്നത്. ആം ഹോളും നമ്മൾ ഈ ഒരു 5.5 തന്നെയാണ് ആം ഹോളിൻ്റെ ഇറക്കം എടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് ബോഡി പാർട്ടിൽ എന്തൊക്കെ വേണം നോക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത്ത് നമുക്ക് 8 ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് നമുക്ക് 6 എടുക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് നമ്മുടെ ഡാറ്റ് നമ്മൾ ബ്ലൗസിന് മാർക്ക് ചെയ്യില്ല, ആ ഒരു മാർക്കിങ് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഷോൾഡർ ടു ബസ്റ്റ് ലെങ്ത്, അതായത് നമ്മുടെ ബസ്റ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിന്റിൽ എത്തുന്നതാണ് നമ്മുടെ ഷോൾഡർ മുതൽ. അപ്പോൾ അതാണ് നമ്മുടെ ഷോൾഡർ ടു ബസ്റ്റ് ലെങ്ത്. അത് നമുക്കിവിടെ 9.5. ഓക്കെ, ഇനി നമുക്ക് ഷോൾഡർ ടു അണ്ടർ ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രസ്റ്റിൻ്റെ നമ്മുടെ താഴത്തെ വശം അതാണ്. അപ്പോൾ അത് നമുക്ക് 13 ഇഞ്ച്. ഇനി നമുക്ക് ബസ്റ്റ് ടു ബസ്റ്റ് പോയിന്റ്, അതായത് ഒരു ബ്രസ്റ്റ് മുതൽ അടുത്ത ബ്രസ്റ്റ് വരെയുള്ള പോയിന്റാണ് നമുക്കിവിടെ 9 ഇഞ്ചായിട്ട് നമ്മൾ എടുക്കുന്നത്. 8 ഇഞ്ച്. ഓക്കെ, ഇനി നമുക്കിതെങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിതുപോലൊരു പാറ്റേൺ പേപ്പറിലാണ് കേട്ടോ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്ത് നോക്കുന്നവരാണ് ഇതേപോലെ ന്യൂസ് പേപ്പറോ അങ്ങനെ വല്ലതും എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് പഠിക്കാവുന്നതല്ലോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഇതിൻ്റെ മുകൾ വശം നമുക്ക് ലൈൻസ് ഒന്ന് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രൈറ്റ് ലൈൻ കൊടുത്തു. പിന്നെ നമ്മുടെ ലെങ്ത്ത് നമ്മൾ 14 ഇഞ്ചും അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഫസ്റ്റ് നമ്മൾ ബാക്ക് പാർട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാക്ക് പാർട്ട് നമ്മൾ ഈ ഒരു വശം മടക്കി തയ്ക്കില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തത്. അപ്പോൾ നമ്മുടെ ലെങ്ത്തും അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷോൾഡർ നമ്മളിവിടെ 5.5 അപ്പോൾ ഹാഫ് ഷോൾഡറാണ് 5.5 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ ആം ഹോളിൻ്റെ ഇറക്കം അത് നമുക്കിവിടെ 5.5 കൊടുക്കാം. അപ്പോൾ ചിലർക്ക് നമുക്കിത് കൂടുതലുണ്ടാവും, ചിലർക്ക് കുറവായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോരുത്തരും ബോഡിയുടെ വണ്ണം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ചെസ്റ്റ് വീതി 38. അതിൻ്റെ 4 ഭാഗം നമുക്കിവിടെ കിട്ടുന്നത് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മൾ 38 അതിൻ്റെ 4 ഭാഗമാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 9.5 ഇഞ്ചാണ് വന്നേക്കുന്നത്. ഇനി നമ്മുടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലൊരു സ്ട്രൈറ്റ് ലൈൻ ഇങ്ങോട്ടേക്കൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടി 1.5 ഇഞ്ചാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്ത്. എന്നിട്ട് ഇതുപോലൊരു സ്ട്രൈറ്റ് ലൈൻ കൊടുത്തു. ഇനി നമുക്കിവിടെ കറക്റ്റ് നമുക്ക് 5.5 അപ്പോൾ അതിൻ്റെ പകുതി നമ്മളിവിടെ 2.25 ഒരു മാർക്കിങ് കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു 1/4 ഇഞ്ചിൻ്റെ താഴെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇറക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് 9 ഇഞ്ച് നമ്മുടെ ആം ഹോൾ റൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആം ഹോൾ റൗണ്ട് നമ്മൾ അളന്ന് നോക്കിയിട്ട് നമുക്ക് കുറവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇറക്കം ഇട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ടിരിക്കും, ബോഡിയുടെ വണ്ണത്തിനനുസരിച്ചിട്ട്. ഇനി നമുക്ക് ഇവിടുത്തെ താഴത്തെ വേസ്റ്റ് റൗണ്ട് 34. അതിൻ്റെ 4 ഭാഗം നമ്മൾ 8.5 എടുത്തു. ആ ഒരു 8.5 ഞാനിവിടെ മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പും മാർക്ക് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. മുകളിൽ ആദ്യം നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പെന്ന് ഇങ്ങോട്ടേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമ്മുടെ കറക്റ്റ് വീതി കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മാർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ അകലവും അതേപോലെ ഇറക്കവുമാണ്. അപ്പോൾ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ അകലം എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഇഞ്ചാണ്. അത് നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇറക്കം ഞാനിവിടെ ബാക്ക് പാർട്ടാണ് ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തത്. നമുക്ക് 8 ഇഞ്ച് കൊടുത്തിട്ട് ഇതുപോലെ 2 ഇഞ്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബോക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ബോക്സ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഏത് ടൈപ്പ് നെക്കാണോ വരക്കുന്നത് അത് വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു റൗണ്ട് നെക്കാണ് ജസ്റ്റ് ഒന്ന് വരക്കുന്നത്, അതൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പിലൂടെ തന്നെ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക.
അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ചിങ് കട്ടിങ് ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഇതേപോലെ നമ്മുടെ പേപ്പറിലൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതേപോലത്തെ പേപ്പർ വേണമെന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സാധാരണ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് പാർട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിന് ഞാൻ ഇതുപോലെ കുറച്ചുകൂടി ഒരു വീതിയുള്ള പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാക്കിയൊന്ന് മടക്കിയിട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് അങ്ങനെ മടക്ക് വശം വേണം ഓപ്പൺ വശം വേണമെന്നൊന്നുമില്ല, നമുക്ക് ഏത് വശത്ത് വെച്ചിട്ടും നമുക്ക് ഈ ഒരു മാർക്കിങ് കൊടുക്കാം കേട്ടോ. ഓപ്പണുള്ളോ മടക്ക് വശത്തോ നമുക്ക് കൊടുക്കാം. നമ്മൾ ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മളൊരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഞാനിപ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈൻ വരണില്ല അതുപോലെ വരഞ്ഞിട്ടൊന്ന് വിടുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബാക്ക് പാർട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ തയ്യൽ തുമ്പ് 1 ഇഞ്ചില്ലേ, അത് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് നമ്മുടെ ഈ ഒരു പേപ്പറിൻ്റെ മുകളിൽ കറക്റ്റ് ആക്കി വെക്കുക. ഇതിപ്പോൾ ഞാൻ പേപ്പർ എന്ന് പറയുക, നിങ്ങൾ തുണിയിലാണെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യുക കേട്ടോ, ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക. അപ്പോൾ തുണിയിലാണെങ്കിൽ ചോക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ വീതി തയ്യൽ തുമ്പൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ താഴത്തെ വശവും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ ഒന്ന് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടൊന്ന് ട്രേസ് ചെയ്തെടുത്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ കഴുത്തിൻ്റെ മാർക്കിങ് കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 ഇഞ്ചാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ടിൽ നമ്മളൊരു 6 ഇഞ്ച് വരെയാണ് ഇറക്കം എടുക്കുന്നത്. എന്നിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ 1/4 ഇഞ്ച് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം കേട്ടോ. കാരണം അത് വിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ ഇതൊന്ന് കംപ്ലീറ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് നെക്കൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള ഓരോ മാർക്കിങ്ങും എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഷോൾഡർ ടു മുതൽ ബസ്റ്റ് ലെങ്ത്ത് വരെയാണ്. അപ്പോൾ ആ ഒരു ബസ്റ്റ് ലെങ്ത്ത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 9.5 ഇഞ്ചാണ്. ആ ഒരു 9 ഇഞ്ച് ഷോൾഡറിന് ബസ്റ്റ് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബസ്റ്റ് ടു ബസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ബസ്റ്റ് ടു ബസ്റ്റ് ലെങ്ത്ത് വിട്ട് എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ പകുതി എടുക്കുക. അപ്പോൾ എനിക്കിവിടെ 8 ഇഞ്ചാണ്. ഈ ഒരു 38 ചെസ്റ്റ് റൗണ്ടിന് അതിൻ്റെ പകുതി ഞാനിവിടെ 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 9.5 ഇഞ്ച് ലെങ്ത്ത് വരുന്നിടത്ത് വേണം കേട്ടോ നമ്മൾ ഈ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. എവിടെയാണോ നമുക്ക് ഈ ഒരു 9.5 ഇഞ്ച് ലെങ്ത്ത് വരുന്നത് ആ ഒരു കറക്റ്റ് നേരെ വേണം നമ്മൾ ഈ ഒരു 4 ഇഞ്ച് വേണം. എന്നിട്ട് ഈ ഒരു 4 ഇഞ്ചിലേക്കാണ് നമ്മൾ ഈ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ സ്ട്രൈറ്റ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഷോൾഡർ ടു ബസ്റ്റ് ലെങ്ത്ത് ആണ്. അപ്പോൾ ഷോൾഡർ ടു ബസ്റ്റ് ലെങ്ത്ത് നമുക്ക് 13 ഇഞ്ചാണ്. അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രൈറ്റ് ലൈന് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ബസ്റ്റിൽ അണ്ടർ ബസ്റ്റ് എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഓരോന്നിൻ്റെയും ഡാറ്റാണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് കുറച്ചുകൂടി വീതി ആവശ്യമുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഡാട്ട് ഇടുന്ന സമയത്ത് നമുക്ക് വീതി കുറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ എത്രയാണോ ഒരു 4 ഇഞ്ച് വരെ നമുക്കിവിടെ വീതി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 4.5-5 ഇഞ്ച് നമ്മളിവിടെ വീതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ശേഷം ഇത് കംപ്ലീറ്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് ഒന്ന് വിട്ടിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു അണ്ടർ ബ്രസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യില്ല, അവിടത്തേക്ക് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 വശത്തും നമുക്ക് 1.5 ഇഞ്ച് വീതമാണ് നമ്മൾ ഈ ഒരു താഴത്തെ മെയിൻ ഡാട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2 വശത്തും 1.5 കേട്ടോ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള സൈഡ് ഡാട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു 9.5 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1.5 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇങ്ങോട്ടേക്ക് കൊടുക്കുക. എന്നിട്ട് 1/4 ഇഞ്ചാണ് കേട്ടോ 2 വശത്തും. അപ്പം നമ്മൾ ബാക്കി ഇടുന്ന ഡാറ്റിനൊക്കെ നമ്മൾ 1/4 ഇഞ്ച് വീതമാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു 1/4 ഇഞ്ച് ഞാൻ 2 വശത്തും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക്
ഈ ഒരു ഭാഗത്ത് 1.5 ഇഞ്ച് വിടണം. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് കേട്ടോ, താഴത്തെ ഡാട്ടിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് 2 ഇഞ്ച് വിട്ടിട്ട് 2 ഇഞ്ചാണ് അവിടെ വേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ആം ഹോളിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുക. എന്നിട്ട് 1/4 ഇഞ്ച് വീതം ഇതുപോലെ ഒരു ഡാറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിന്റിൽ ഒരു 1/4 ഇഞ്ച് നമ്മൾ ഇതേപോലെ ഒന്ന് ഇറക്കിയിട്ട് എന്ത് ചെയ്യാം, ഇതേപോലെ ഒരു കുഴിച്ച് വെട്ടി കൊടുക്കാം. കാരണം നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടും. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് 1.5 ഇഞ്ചും ഈ ഭാഗത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ചാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ 1.5 ഇഞ്ചും 2 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഒരു അണ്ടർ ബ്രസ്റ്റ് മാർക്ക് ചെയ്ത ലൈൻസ് ഇല്ലേ, ആ ഒരു ലൈൻസിലേക്കാണ് കേട്ടോ. കറക്റ്റ് ഇതേപോലെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഈ ഒരു ഷേപ്പിൽ നിന്ന് ഇവിടുത്തെ വരെയും ഇവിടുന്ന് ഇങ്ങോട്ടേക്കും നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് 1.5, ഇപ്പം കട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് 2 ഇഞ്ച് വേണം. എന്നിട്ട് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിതൊന്ന് കുഴിച്ചൊന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ബാക്ക് പാർട്ട് നമ്മൾ നേരത്തെ മടക്കി വെച്ചില്ലേ, അതൊന്നും നമുക്ക് നിവർത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു പീസ് എടുക്കുക. അപ്പം നമ്മൾ തുണിയിലാണെങ്കിൽ ആ തുണിയുടെ താഴത്തെ വശം ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ താഴത്തെ വശമായിട്ട് ഒരേപോലെ ലെവലാക്കി ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെയോ കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ട്രേസ് ചെയ്തെടുക്കാം. ഈ ഒരു വശം കുറച്ച് കൂടിപ്പോയാലൊന്നും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ താഴത്തെ വശം നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാൻ നോക്കുക. എന്നിട്ട് ഇതേപോലെ ഇതിൻ്റെ ഷോൾഡറും ആം ഹോളൊക്കെ നമ്മൾ ബാക്ക് പാർട്ടിന് കണക്കായിട്ട് ഫ്രണ്ട് പാർട്ടിന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിന് കറക്റ്റ് കണക്കാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് വശവും ഒരു ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തു. നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പാർട്ട് കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു വീതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഒക്കെ നോക്കുമ്പോൾ കറക്റ്റ് ഫ്രണ്ടും ബാക്കും ഒക്കെ നമുക്ക് ഒരേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു മടക്ക് വശമാണിത്, അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഫ്രണ്ട് പാർട്ട് ഇതാണ് കേട്ടോ. ഇതിൻ്റെ 2 പീസും നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.